ഹായ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണമൊക്കെ എത്താനായി. അപ്പോൾ എല്ലാവർക്കും ഓണം പറയുമ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഒരു സാമ്പാറിൻ്റെ കാര്യമൊക്കെയാണ് കൂടുതലായിട്ട് ഓർക്കുക അല്ലേ. അപ്പോൾ എന്നും വെക്കണത് പോലെ അല്ലാണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടൊരു സാമ്പാർ വെക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതേപോലെ ഒരു പാലക്കാടൻ സ്റ്റൈലിലൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ട കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്കിതിന് എടുക്കാം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് കഷ്ണങ്ങൾ എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് കഷ്ണങ്ങൾ ആവും വേണ്ട, പിന്നെ അങ്ങനെ ഒരുപാട് കുറയും വേണ്ട. ആ ഒരു ലെവലിൽ നമുക്കിപ്പോൾ ഒരു 5 ആൾക്കാരൊക്കെ വീട്ടിലുണ്ട് വെച്ചാൽ ഏകദേശം ഈ ഒരു കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ധാരാളം സാമ്പാർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 ദിവസത്തേക്കൊക്കെ ഈ പിന്നെ പലഹാരത്തിനും ഒക്കെ ആവും കേട്ടോ ഇത്രയും കഷ്ണങ്ങളൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഇതേപോലെ ഞാൻ വാഴയ്ക്കയും അതേപോലെ ഇതിൽ മത്തനും ചേനയാണ് കേട്ടോ അതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഞാൻ വെണ്ടയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണില്ല. അതുപോലെ കുമ്പളങ്ങ ആണെങ്കിലും നമ്മളത് കഴുകുമ്പോൾ തനിയെ മാറ്റി വെക്കണം കേട്ടോ. കാരണം കുമ്പളങ്ങയ്ക്ക് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അത് കാരണം നമുക്ക് വേറെ കഴുകി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടേണ്ടത് ഇതെല്ലാം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകി മാറ്റി വെച്ചതാണ്. പിന്നെ കുക്കറിൽ ഞാൻ പരിപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ചിരക, നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ തേങ്ങ ചിരകണത് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ പൂണ്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി വേഗം കഴിയും. അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണ്, ചട്നി അരയ്ക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു 4 എടുത്തിട്ട് വേഗം നമുക്ക് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് മുറിക്കാനും പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാനാണെങ്കിലും അതുപോലെ എന്തിനാണെങ്കിലും വേഗം നമുക്ക് കിട്ടും. നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. തേങ്ങ ചിരകിയും കുടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എന്തായാലും ഒരു 1/4 മണിക്കൂറോളം നമ്മൾ ചിരകിയും കൊണ്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ. പക്ഷേ ഇതാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചിട്ട് മിക്സിയിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ചിരകിയ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിതായത് പരിപ്പ് ഞാൻ ആദ്യം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലോട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കണം നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഇട്ട് പറ്റാത്ത വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക നമുക്ക് ഒന്ന് വാറ്റിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതാ മത്തനും പിന്നെ വേറെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചേന, ഒരുപാട് മൂത്ത ചേനയൊക്കെയാണ് വെച്ചാൽ നമ്മൾ പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ് നല്ലത്. ഇത് ഞാനൊരുവിധം പിഞ്ചായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇടാണ്ടിരുന്നത് കേട്ടോ. ഇനി നമുക്ക് വെണ്ടയ്ക്ക് നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്കൊന്ന് വണക്കിയെടുക്കണം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പം ഞാനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഇതിൽ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാനിത് അടുപ്പത്ത് വെക്കുകയുള്ളൂ കേട്ടോ. കാരണം സാമ്പാറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോയാൽ സാമ്പാർ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ എടുക്കണം വെച്ചാൽ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ തേങ്ങ വറുക്കണ സമയത്തും കൂടെ അതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കഷ്ണങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നേക്കാളും നമുക്ക് കുറച്ചുകൂടെ സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ കഷ്ണങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. നമുക്കൊന്ന് മൂടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ആ നേരത്ത് തേങ്ങയൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ മുറിച്ച് അതുപോലെ വറുത്തരച്ചതിന് ശേഷം മാത്രം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ ഇട്ടാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ണം വേവിക്കാൻ ഇട്ടതിന് ശേഷം കറണ്ടൊക്കെ പോയി വെച്ചാൽ നമ്മൾ കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടഞ്ഞ് പോയിച്ച് നമുക്ക് സാമ്പാർ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും സാമ്പാറിന് നമുക്ക് കറക്റ്റ് ഒരു അളവിന് നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടത് ചിരകിയ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പേരിക്കൊക്കെ പുട്ടിനൊക്കെ വേണം വെച്ചാൽ ഇത് കുറച്ച് പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് വെച്ചാൽ നമുക്കതിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിരകി ബുദ്ധിമുട്ടുന്നവരും അതുപോലെ ചിരകാൻ മടിയുള്ളവരൊക്കെയാണ് വെച്ചാൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് ട്രഡീഷണൽ സ്റ്റൈലായിട്ട് നമ്മൾ പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് അരച്ച് നമുക്ക് സാമ്പാർ വെക്കണം വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് 2 സ്പൂൺ മല്ലിയും 1 സ്പൂണ് പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്, ഒരു 1/4 സ്പൂണ് ജീരകം, ഒരു 1/4 സ്പൂണ് വെന്തയം, പിന്നെ ഒരു കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ടയാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടീനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് കട്ടയാണ് ഏറ്റവും നല്ലത്. അതാണ് കറക്റ്റായിട്ട് നമുക്ക് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിൽ ഞാൻ വെണ്ടയ്ക്ക വണക്കാനും അതേപോലെ വേറൊരു ചീനിച്ചട്ടിയിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക് നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഏകദേശം നമ്മൾ സാമ്പാർ പൊടിയിൽ എരിവുള്ളത് കൊണ്ട് നമ്മളത് എങ്ങനെയാണോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഏകദേശം അതിൻ്റെ ഒരു പശവിശപ്പ് ഒന്ന് മാറിക്കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ വെണ്ടയ്ക്കയും ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഒരു 2-3 തിളച്ച് ഒന്ന് ആവുന്ന സമയത്താണ് നമ്മൾ വെണ്ടയ്ക്ക ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് നന്നായിട്ട് ഒന്ന് വറുത്ത് വരണം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മണമൊക്കെ അതിൻ്റെ നല്ലൊരു മണമൊക്കെ എത്തുമ്പോൾ മാത്രമേ നമ്മളതിൽ തേങ്ങ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ തേങ്ങ ഇട്ട് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുന്നത് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായി വഴണ്ടിയതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കണ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും സാമ്പാറിൽ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ അല്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അത് വെണ്ടയ്ക്ക് എത്ര മതി ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സാമ്പാർ പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലോട്ട് പച്ചമല്ലി അതേപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് ആ പൊടിയൊന്നും ആവശ്യമില്ല കേട്ടോ. 2 സ്പൂണ് സാമ്പാർ പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം മൊത്തം 4 സ്പൂൺ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഞാനതിൽ 2 സ്പൂൺ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കണതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഇതിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളി അങ്ങനെ മാത്രം മതി അളവ്. ഒരുപാട് പുളി ആകുമ്പോഴും അതൊരു ടേസ്റ്റ് മാറിപ്പോവും. സാമ്പാറിന് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. നമ്മൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാനിതിൽ കായം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ തേങ്ങ വറുക്കുമ്പോൾ. അപ്പോൾ അത് മിക്സിയിൽ ഇടുന്നേക്കാളും ഞാനിതുപോലെ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. നമ്മൾ തേങ്ങയിലിട്ട് അരിക്കണേക്കാളും നല്ലത് ഇതുപോലെ കഷ്ണം വേവിക്കാൻ ഇടണതിൻ്റെ കൂടി ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാനതൊന്ന് കത്തിച്ച് വിട്ടത് കേട്ടോ, ഒന്ന് കഷ്ണങ്ങൾ വേകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നമുക്ക് എരിവ് ഒരുപാട് ആവണ്ടെന്ന് വേണ്ടി ഞാൻ കുറച്ച് എപ്പോഴും ഒരു 2-3 മുളക് ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ അരിക്കുന്ന സമയത്ത് എരിവ് ഒരുപാട് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇട്ടിട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം വെള്ളം വേണ്ടി വരും നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതായത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത കാരണം നമുക്ക് ഒരുപാട് നേരം വെണ്ടയ്ക്കയും വേകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും വെണ്ടയ്ക്ക നേരത്തെ തന്നെ ആഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെണ്ടയ്ക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതൊന്ന് 2-3 തിള വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരത്തിൻ്റെ ആവശ്യമില്ല, ഒന്ന് മൂടി വയ്ക്കുക നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുളി ഒന്ന് കഴുകി നമുക്കതൊന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് പുളിയുടെ എസൻസൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് പുളി ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് എങ്ങനെയാണോ നോക്കിയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി വേണോ വേണ്ടേ നോക്കിയിട്ടൊക്കെ നമുക്ക് ഒഴിച്ചാൽ മതി. ഓരോരുത്തർക്ക് ഒരുപാട് പുളി ഇഷ്ടമാവില്ല, ചിലവർക്ക് അത്യാവശ്യം പുളിപ്പൊക്കെ വേണം. അപ്പോൾ ഓരോ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആ തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മസാലക്കൂട്ട് മുഴുവൻ നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ തേങ്ങയിലാണല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ കഷ്ണങ്ങളിലേക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് പകുതി വേവ് കഷ്ണങ്ങളാവാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങേൻ്റെ കൂട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ തിളയ്ക്കണത് മുഴുവൻ ഈ കഷ്ണങ്ങളുടെ കൂടെ ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് നമ്മൾ കഷ്ണങ്ങളിലേക്ക് എല്ലാത്തിലും കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരച്ച് വെക്കണ കാരണം പെട്ടെന്ന് നല്ലോണം കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല.
ഒന്ന് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഏകദേശം ഉള്ളിൽ തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ ആ കുമ്പളങ്ങയും എല്ലാം മുരിങ്ങക്കായൊക്കെ നമുക്ക് ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയുള്ളി ഒരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും കേട്ടോ സാമ്പാറിന്. ഇതിൽ അല്പം സാമ്പാർ പൊടി കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സാമ്പാറിൻ്റെ മണം നല്ലോണം കുറേ നേരത്തേക്ക് നമ്മളത് സാമ്പാർ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യണവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഒരു കളറും കൂടി ആയിരിക്കും നമുക്ക് സാമ്പാറിന് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. നല്ല അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഓണത്തിന് ഒരു വെറൈറ്റി സാമ്പാറൊക്കെ ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സാമ്പാറിന് എപ്പോഴും കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ പൊടി എടുക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഒരു അല്പം ഇടുക. അതേപോലെ നമ്മൾ വറുത്തരയ്ക്കുന്ന സമയത്ത് ഒന്ന് ഇടുക. അതുപോലെ കായം കട്ട എണ്ണ ഇടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടും സാമ്പാറിൻ്റെ ആ മണവും ഫ്ലേവറൊക്കെ നമുക്കൊന്ന് കിട്ടുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക ആണെങ്കിലും അതെല്ലാം നമ്മൾ ഓരോ കറക്റ്റ് വേവിന് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. അതുപോലെ മുരിങ്ങക്കായ ഒരുപാട് വെന്തുടഞ്ഞ് പോയാലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ എല്ലാ കഷ്ണങ്ങൾക്കും ഒരു പ്രത്യേക വേവിനനുസരിച്ചിട്ട് വേണം നമ്മൾ സാമ്പാർ റെഡിയാക്കി എടുക്കാനായിട്ടോ. അതേപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും സാമ്പാറിന് കിട്ടുക കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓണസദ്യേനെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ സാമ്പാർ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.